അങ്ങനെ ഞങ്ങൾ വിഷുച്ചന്ത കൂടാൻ വേണ്ടിയിട്ട് കൂത്താട്ടുകുളത്ത് പച്ചക്കറി വാങ്ങിക്കാൻ പോകാൻ ഉള്ള തയ്യാറെടുപ്പിലാണ്. അച്ഛനെന്ന് നേരത്തെ വരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ മാളക്കുട്ടി രാവിലെ തന്നെ ഒരുക്കമാണ്. വൈകുന്നേരമാണ് ഒരുക്കം കഴിഞ്ഞത്. അവൾ അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വൈകുന്നേരം ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര കാറ്റാണ്, എന്നാലും നല്ല വെയിലുണ്ട്. അച്ഛൻ വരാൻ വെയിറ്റിംഗ് ആണ്. വഴിയിലേക്ക് നോക്കി നിൽക്കുകയാണ് മാളക്കുട്ടി. അവൾ വഴിയിലേക്ക് കയറിപ്പോയി. അച്ഛൻ എപ്പോഴെങ്ങാനും വരുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഏതെങ്കിലും വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് അന്നേരം വഴിയിലേക്ക് ഓട്ടമാണ്. ഇത് നമ്മുടെ മാവ്, ഇത് പേരയ്ക്ക മാങ്ങയാണെന്ന് എല്ലാവരും പറയുന്നത്. ആ കൂടി ഒരു തവണയെങ്ങാണ്ടേ കായ്ച്ചിട്ടുള്ളൂ. ഇപ്പോൾ 1-2 ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കേടായിട്ട് കൊഴിഞ്ഞു പോവുകയാണ്. ഇപ്പോഴത്തെ ചൂടും കൊണ്ട് എല്ലാം കൊഴിഞ്ഞു പോവുകയാണ്. മാണക്കുട്ടി കാലത്ത് തൊട്ട് റെഡി ആയിട്ട് നിൽക്കുന്നത്. എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കശി ഭയങ്കര ഒരുക്കുക. അന്നേരം തൊട്ട് റെഡി ആവലാണ്, മേക്കപ്പാണ്. റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിൽക്കത്തില്ല, അവൾക്ക് പോകണം. നമ്മുടെ തുളസിയിൽ നിറയും കതിരാണ്. ഇനി പറിക്കണം, പറിച്ച് കളയണം. അത് പറിച്ച് കളഞ്ഞില്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. ഇത് നമ്മുടെ ഈ പറമ്പ് നിറയും കൊക്കോക്കായാണ് നട്ടിരിക്കുന്നത്. അത് നമ്മുടെ പറമ്പല്ല കേട്ടോ. അച്ഛൻ വന്ന സന്തോഷത്തിലാട്ടോ കയറി പോകുന്നുണ്ട്. അച്ഛനെ കണ്ട സന്തോഷമാണ്. അച്ഛൻ പോയി ബാഗ് വെച്ചിട്ട് നമ്മൾ പോവാണ് കൂത്താട്ടുകുളത്തിന്. ചാട്ടമാണ് പുള്ളിയുടെ മെയിൻ. അമ്മമ്മയുടെ കൂടെ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞപ്പോഴത്തേക്കും കശി ഓടുന്ന ഓട്ടമാണ് കാണുന്നത്. ഇപ്പൊ തന്നെ സമയം വൈകുന്നേരമായി. അച്ഛൻ വണ്ടി അങ്ങോട്ട് കയറ്റിയാണ് വെച്ചിരുന്നത്, ഇങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. നമ്മളിപ്പോൾ അരീക്കര എന്നൊരു സ്ഥലത്ത് എത്തിയിട്ട് അരീക്കരയിലെത്തി നമ്മൾ. ഇത് അരീക്കര പള്ളിയാട്ടോ. നല്ല രസമുണ്ട് കാണാൻ അരീക്കര പള്ളി. ഈ വഴിയിലൊന്നും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് പോകാൻ പറ്റും. കൂത്താട്ടോളം ചെന്ന് കഴിഞ്ഞാൽ നല്ല തിരക്കും കാര്യങ്ങളും ആയിരിക്കും. ഇവിടെ ഒന്നും വലിയ തിരക്കില്ല, അതുകൊണ്ട് സുഖമായിട്ട് നമ്മൾ പോവാണ്. ഇത് കൂത്താട്ടോളത്തേക്ക് നേരെ പോകുന്ന വഴിയാണ്. നമ്മൾ കൂത്താട്ടോളം എത്തിയിട്ടോ. ഇവിടെ നല്ലൊരു ബ്ലോക്ക് കിട്ടി. വൈകുന്നേരം സമയമായതുകൊണ്ട് എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനുള്ളത് അത്രപ്പാടിലാണ്. അത്യാവശ്യം നല്ല ബ്ലോക്കുണ്ട്. ഇത് എറണാകുളം ജില്ലയുടെ ഇങ്ങേ അറ്റമാണ് കേട്ടോ ഈ സ്ഥലം. ഇവിടെ ഒരു ദേവീ ക്ഷേത്രമുണ്ട്. സ്റ്റെപ്പ് കയറി മേലേക്ക് പോകണം. നമ്മൾ നേരെ ഇത് നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ഒരു വഴിയാട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഇതിൽ പോകുമ്പോൾ തിരക്ക് കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ വഴി തന്നെ പിടിച്ചു. ഇതാട്ടോ നമ്മുടെ കൂത്താട്ടോളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് കേട്ടോ. നമ്മൾ പച്ചക്കറി കടയിലെത്തി. നല്ല ഫ്രഷ് പച്ചക്കറിയാണ്. അവിടെ ഒരു ചേച്ചിയും ചേട്ടനുമാണ്.
പച്ചക്കറിയൊക്കെ മേടിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ പച്ചക്കറിയൊക്കെ മേടിച്ചു. തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ ഇറങ്ങി. നമ്മൾ എന്തായാലും ഇറങ്ങിയതല്ലേ, ഒരു ഷേക്ക് കുടിച്ചേക്കാമെന്ന് കരുതി നമ്മൾ ബേക്കറിയിലേക്ക് ചെന്നു. മാളക്കുട്ടി ബേക്കറിയിലേക്ക് ഇറങ്ങിയ സന്തോഷത്തിലാണ്. 2 ഷേക്ക് ഓർഡർ ചെയ്തു. മാളക്കുട്ടിക്ക് ഫ്രൂട്ടിയാണ് വാങ്ങിച്ചത്. ഷേക്ക് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എന്തോ ഒരു വളിച്ച ഫീലായിരുന്നു. എന്തോ ബില്ല് കൊടുക്കാൻ അച്ഛനും മോളുമാണ് പോയത്. ഞാൻ പോയില്ല. പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മോശമായിരുന്നു ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. എനിക്ക് അങ്ങനെ ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. അതുകൊണ്ട് ഞാൻ പോയില്ല. നമ്മൾ ബേക്കറിയിൽ നിന്ന് ഇറങ്ങി. അപ്പം തന്നെ ഒരു ഇരുട്ടായി തുടങ്ങി കേട്ടോ. മഴക്കാറുണ്ടായിരുന്നു, നല്ല മഴക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോന്നു. ഇരുട്ടായി തുടങ്ങി. നല്ല ഇരുട്ടായി. ഈ വഴിയൊന്നും വലിയ തിരക്കും കാര്യങ്ങളും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്താൻ പറ്റി. ഇത് അരീക്കരപ്പള്ളി. ഈ വെട്ടത്തിൽ കാണുമ്പോൾ നല്ല രസമുണ്ട്. നമ്മളൊരു മെഡിക്കൽ സ്റ്റോറിൽ വന്നായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു.